ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ പുതിയ സെമ്മ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സബ്ജക്റ്റാണ് DBMS അല്ലെങ്കിൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ സിലബസിനകത്ത് ഓരോ ടോപ്പിക്കായിട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ DBMSനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താണ് ഡേറ്റ, എന്താണ് ഡേറ്റാബേസ്, അതുപോലെ തന്നെ DBMS എന്താണെന്നുള്ള കാര്യം. ആദ്യമേ തന്നെ എന്താണ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എന്തെങ്കിലും ഒരു മീനിങ് ആയിട്ടുള്ള കണ്ടന്റിനെയാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഫർമേഷനെയാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് എൻ്റെ നെയിം എടുക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ഏജ് എന്ന് പറയുന്നതോ അതൊക്കെ ഒരു ഡേറ്റയാണ് അല്ലേ. എന്തെങ്കിലും മീനിങ് ഉള്ള ഒരു കണ്ടന്റിനെ നമുക്ക് ഡേറ്റ എന്ന് പറയാം. അപ്പൊ പണ്ട് കാലം മുതൽക്ക് തന്നെ ഈ ഡേറ്റാനെയൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ഓരോരോ രീതികളൊക്കെ കണ്ടുപിടിച്ചിരുന്നു. ഇപ്പം പഴയ കാലത്ത് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, കല്ലിനകത്ത് എന്തെങ്കിലും കൊത്തി എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഫലകത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ താളിയോലകൾക്കകത്ത് എഴുതി വെക്കുകയോ ഒക്കെ ചെയ്തിരുന്നു. അല്ലെങ്കിൽ ഈ പിരമിഡിനകത്തൊക്കെ ഡേറ്റകൾ എഴുതി വെച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ കൈവശമുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ വേണ്ടിയിട്ട് അവർ കണ്ടുപിടിച്ചിരുന്ന ഒരു മാർഗമായിരുന്നു ഈ രീതിയിൽ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത്, ഈ ഡേറ്റാനെ കീപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പേപ്പർ എന്നുള്ള കൺസെപ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായി? നമ്മൾ പേപ്പറിനകത്ത് എഴുതി സൂക്ഷിക്കാനും അതുപോലെ തന്നെ പേപ്പറിനകത്ത് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ നമുക്കറിയാം, നമുക്കിപ്പോൾ കോവിഡിൻ്റെ ഒക്കെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ കോവിഡിനകത്ത് നമ്മൾ ഓരോ ഷോപ്പിൽ ചെല്ലുമ്പോഴൊക്കെ നമുക്കറിയാം ഒരു രജിസ്റ്റർ ബുക്ക് അവിടെ വെച്ചിരിക്കുന്നത് കാണാം അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? ആ കടയിൽ വന്നു പോകുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ആർക്കെങ്കിലും കോവിഡ് പോസിറ്റീവ് ആവുകയോ എന്തെങ്കിലും ചെയ്താൽ വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അവരുടെ പേര്, ഫോൺ നമ്പറോ അല്ലെങ്കിൽ അഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ രജിസ്റ്റർ ബുക്കിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റാനെ കീപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു മെത്തേഡിനുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു രജിസ്റ്റർ ബുക്കിനകത്ത് ഒരു പേപ്പർ ഇപ്പോൾ കീറിപ്പോയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അത്രയും ആൾക്കാരുടെ ഡീറ്റെയിൽസ് നമുക്ക് എന്തായി പോകും? നഷ്ടപ്പെട്ടു പോകും അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു കേസിൽ ഇപ്പോൾ കോവിഡ് പോസിറ്റീവ് ആകുമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പേജിലുള്ള ആൾക്കാരെ നമുക്ക് അറിയിക്കാൻ പറ്റാതെ വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഇനി അതല്ല, ആ രജിസ്റ്റർ ബുക്ക് കൂടെ കാണാതെ പോകുകയെന്ന് വിചാരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ രജിസ്റ്റർ ബുക്കിനകത്തെ ഡേറ്റകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകും. ഇനി അതല്ല, നമുക്ക് അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആളുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ആ എൻറ്റയർ രജിസ്റ്ററിനകത്തെ ഓരോരോ പേജ് ബൈ പേജ് ആയിട്ട് നമ്മൾ മറിച്ച് നോക്കി വേണം എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഡിഫിക്കൽട്ടീസ് എവിടെ ഉണ്ടായിരുന്നു? പഴയ മെത്തേഡിൽ ഡേറ്റ സൂക്ഷിക്കുന്ന ഒരു രീതിക്കകത്ത് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഡ്രോബാക്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്? നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ഡേറ്റാനെ കീപ്പ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് കണ്ടുപിടിച്ചത്. അപ്പോൾ കമ്പ്യൂട്ടറൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഈ പേപ്പർ എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? കമ്പ്യൂട്ടറിലോട്ട് നമുക്ക് ഡേറ്റകളെ സ്റ്റോർ ചെയ്ത് വെക്കാനും കുറച്ചും കൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡ്സ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ കൈവശമുള്ള ഡേറ്റകൾ നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാം, ആവശ്യമുള്ളപ്പോൾ എടുക്കാം, അങ്ങനെയൊക്കെയുള്ള രീതികൾ വന്നു. അപ്പൊ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ ഡേറ്റ സൂക്ഷിച്ചു വെക്കുന്ന ഒരു മെത്തേഡാണ് ഫയൽ എന്ന് പറയുന്നത്. ഫയലായിട്ടാണ് നമ്മൾ ഡേറ്റകളെല്ലാം സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഫയൽ സിസ്റ്റത്തിനും കുറേയധികം പ്രശ്നങ്ങളുണ്ട്. എന്താണ്? ഓരോ പർപ്പസിനും നമ്മൾ ഓരോരോ ഫയലായിട്ട് വേണം സൂക്ഷിച്ചു വെക്കാനായിട്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയാണ് നമുക്ക് അതിനു വേണ്ടി ഒരു ഫയല്. ഇപ്പൊ വേറെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസ് എടുക്കാനാണെങ്കിൽ നമുക്ക് അതിനു വേണ്ടി മറ്റൊരു ഫയല്. അപ്പൊ ഈ ഫയലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമൊന്നുമില്ല. ഓരോ പർപ്പസിന് വേണ്ടി നമ്മൾ ഓരോരോ ഫയൽ സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഓരോ ഫയലിനകത്തെ ഫീൽഡുകൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഓരോരോ ഫയലുകളായിട്ട് എടുത്തിട്ട് ഓരോരോ ഫീൽഡുകൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പൊ അവിടെ നമുക്ക് ഡിഫിക്കൽട്ടീസ് വന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഡ്രോബാക്സ്, അതായത് നമ്മുടെ ഫയൽ സിസ്റ്റത്തിന്റെ ഡ്രോബാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡേറ്റാബേസ് അല്ലെങ്കിൽ DBMS എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി സിമ്പിൾ ആയിട്ട് ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഡേറ്റയാണ്, കുറേയധികം ഡേറ്റകളുടെ കളക്ഷനെയാണ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫയൽ സിസ്റ്റത്തിനകത്ത് നമ്മൾ പറഞ്ഞു, ഫയൽ സിസ്റ്റത്തിനകത്ത് നമ്മൾ ഡേറ്റകളെ എല്ലാം ഫയലായിട്ട് കീപ്പ് ചെയ്യുന്നു, പക്ഷെ മാനുവൽ ആയിട്ട് വേണം ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. ഇനി DBMSലോട്ട് വരുമ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, DBMS എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതുപോലെ
ഉള്ള ഡേറ്റകളുടെ കളക്ഷനെ മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് DBMS എന്ന് പറയുന്നത്. അതാണ് DBMSഉം നമ്മുടെ ട്രഡീഷണൽ ഫയൽ സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഡേറ്റയാണ്. DBMS എന്ന് പറഞ്ഞാലോ ഈ കളക്ഷൻ ഓഫ് ഡേറ്റനെ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഫയൽസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് DBMS എന്ന് പറയുന്നത്. അപ്പൊ DBMS യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഈ ഡേറ്റകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ കോപ്പികൾ സെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡേറ്റകളെ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഈ ഡേറ്റാബേസിനെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻസ് കൊടുക്കുക, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും നമുക്ക് ഈ DBMS വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിനകത്ത് വരുന്നൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ DBMSനകത്ത് നമ്മൾ ഫയൽ എന്നല്ല ഡേറ്റയ്ക്ക് പറയുന്നത്, എന്താണ് ടേബിൾ എന്നാണ് നമ്മൾ ഡേറ്റയ്ക്ക് പറയുന്നത്. ഒരു ഫയലിനെ നമ്മളൊരു ടേബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഓരോരോ ടേബിൾസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ടേബിളുകളുടെ എല്ലാം കൂടെ കളക്ഷനെയാണ് നമ്മൾ ഡേറ്റാബേസ് അല്ലെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന DBMS എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെയുള്ള ഡേറ്റാബേസ് അല്ലെങ്കിൽ DBMSനും ഡ്രോബാക്സ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ RDBMS അല്ലെങ്കിൽ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമ്മൾ വഴിയെ പഠിക്കുന്നുണ്ട്. ഇപ്പം തൽക്കാലം നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഡേറ്റാബേസ് എന്താണ്, അതുപോലെ തന്നെ DBMS എന്താന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പൊ മൊത്തത്തിൽ ഒരു ആവറേജ് ഒരു വ്യൂ കിട്ടിയില്ലേ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഡേറ്റാബേസ് യൂസ് ചെയ്യുന്നുള്ള കാര്യം. അതായത് നമ്മൾ പണ്ട് കാലത്ത് പേപ്പറിലോ അല്ലെങ്കിൽ കല്ലിലോ എവിടെയൊക്കെ എഴുതി വെച്ചിരുന്ന ഡേറ്റ സൂക്ഷിക്കുന്ന ആ ഒരു മാർഗം കളഞ്ഞിട്ട് നമുക്ക് പെർമനന്റ് ആയിട്ട് ഡേറ്റനെ കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് DBMS എന്ന് പറയുന്നത്. നമ്മൾ സൂക്ഷിക്കുന്ന ഡേറ്റ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യരുത്, അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യം വരുമ്പോഴെല്ലാം തന്നെ യൂസ് ചെയ്യാനും കൂടെ പറ്റണം. അതിനു വേണ്ടിയാണ് നമ്മൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി തന്നെ ഡേറ്റകളെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് DBMS എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഡേറ്റാബേസിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എ ഡേറ്റാബേസ് ഈസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റ. നമ്മൾ പറഞ്ഞു കളക്ഷൻ ഓഫ് ഡേറ്റയാണ് നമ്മൾ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ഇനി ആര് ചോദിച്ചാലും പറയുമല്ലോ ഡേറ്റാബേസ് എന്താന്നുള്ള കാര്യം. എന്താണ്? കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റയാണ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ഇനി റിലേറ്റഡ് ഡേറ്റ എന്ന് പറയുന്നത് എന്തൊക്കെയാകാം ഡേറ്റ എന്ന് പറയുന്നത്? നെയിം ആകാം, ഫോൺ നമ്പർ ആകാം, അഡ്രസ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം. വാൾഡ് ആയിട്ടുള്ള എന്ത് ഡേറ്റ വേണമെങ്കിലും ഈ ഡേറ്റാബേസിനകത്ത് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഡേറ്റ ആയിട്ട് നമുക്ക് പറയാം. ഇനി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡേറ്റകളുടെ കളക്ഷനെ ഡേറ്റാബേസ് എന്ന് പറയണമെങ്കിൽ ആ ഡേറ്റാബേസിന് മെയിൻ ആയിട്ടും 3 പ്രോപ്പർട്ടീസ് ആണുള്ളത്. അപ്പൊ ആ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഈ 3 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡേറ്റകളുടെ കളക്ഷനെയാണ് നമ്മൾ ഡേറ്റാബേസ് എന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പ്രോപ്പർട്ടി ആണ് എ ഡേറ്റാബേസ് റെപ്രസെന്റ്സ് some aspect of the real world, sometimes called the mini world or the universe of discourse. Changes to the mini world are reflected in the database. ഡേറ്റാബേസിനകത്ത് നമ്മൾ സൂക്ഷിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് റിയൽ വേൾഡിലുള്ള ഡേറ്റ തന്നെയാണ്. അതായത് ഒറിജിനൽ ആയിട്ടുള്ള ഡേറ്റ തന്നെയാണ് നമ്മൾ ഡേറ്റാബേസിനകത്ത് സൂക്ഷിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഒരു ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റാബേസ് ആണെങ്കിൽ ആ ഷോപ്പിൽ അന്നത്തെ ദിവസം നടക്കുന്ന കച്ചവടത്തിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവിടെയുള്ള പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ആ ഡേറ്റാബേസിനകത്ത് സൂക്ഷിച്ചു വെക്കുന്നത്. ഇനി അതിലൊരു സ്കൂളാണ് എടുക്കുന്നതെങ്കിലോ ആ സ്കൂളിൽ ആ സമയത്ത് പഠിക്കുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഡീറ്റെയിൽസ്, കോഴ്സിന്റെ ഡീറ്റെയിൽസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും എവിടെ വരുന്നത്? ആ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഡേറ്റാബേസിനകത്ത് വരുന്നത്. ഇനി നമ്മുടെ കോളേജ് എടുക്കുകയാണെങ്കിലോ നമ്മുടെ കോളേജിനകത്തെ ഡേറ്റാബേസിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കാണും? ആ കോളേജ് തുടങ്ങിയപ്പോൾ തൊട്ട് ആ കോളേജിലുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഓഫീസിലെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും കൂടെ ഉള്ളതായിരിക്കും ആ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് എത്രയേ ഉള്ളൂ, റിയൽ വേൾഡിലുള്ള ഡേറ്റകളെയാണ് നമ്മൾ ഡേറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എ ഡേറ്റാബേസ് ഈസ് എ ലോജിക്കലി കൊഹിറന്റ് കളക്ഷൻ ഓഫ് ഡേറ്റ വിത്ത് സം ഇൻഹെറന്റ് മീനിങ്. എ റാൻഡം അസോർട്ട്മെന്റ് ഓഫ് ഡേറ്റ കനോട്ട് കറക്റ്റ്ലി ബി റെഫേർഡ് ടു ആസ് എ ഡേറ്റാബേസ്. ഇനി ഡേറ്റാബേസിനകത്ത് നമ്മൾ പറഞ്ഞു കളക്ഷൻ ഓഫ് ഡേറ്റ ആണെന്ന് പറഞ്ഞു. ഈ ഡേറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു സ്പെസിഫിക് മീനിങ് ഉള്ള ഡേറ്റ ആയിരിക്കണം നമ്മൾ ഈ ഡേറ്റാബേസിനകത്ത് കീപ്പ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് a database is designed, built and populated with the data for a specific purpose. It has an intended group of users and some preconceived applications in which these users are interested. അതായത് ഒരു ഡേറ്റാബേസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനു വേണ്ടിയായിരിക്കണം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്? ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയായിരിക്കണം നമ്മൾ
ക്രിയേറ്റ് ചെയ്യേണ്ടത്. ചുമ്മാ വെറുതെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തത്, ആ ഡേറ്റാബേസ് കൊണ്ട് എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു സ്കൂളിനകത്ത് ഡേറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാ? ആ സ്കൂളിലുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ആവശ്യം വരുമ്പോൾ അവിടെ നിന്ന് ഡേറ്റകളെ റിട്രീവ് ചെയ്യാനും അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഡേറ്റാബേസ് എപ്പോഴും കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ 3 പ്രോപ്പർട്ടീസും കൂടെ കൂടുന്ന ഡേറ്റകളുടെ കളക്ഷനെയാണ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ രണ്ടാമതൊരു കാര്യം പറഞ്ഞ എന്താണ്? DBMS. DBMS എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? നമ്മുടെ ഈ ഡേറ്റാബേസിനെ, അതായത് ഡേറ്റകളുടെ കളക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് DBMS എന്ന് പറയുന്നത്. മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാതെ തന്നെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് സെർച്ചിങ്ങോ അല്ലെങ്കിൽ അപ്ഡേറ്റിങ്ങോ ഡിലീറ്റിങ്ങോ വ്യൂവിങ്ങോ അങ്ങനെയുള്ള പല ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് DBMS എന്ന് പറയുന്നത്. A database management system is a collection of programs that enables users to create and maintain a database. ഇതിനു വേണ്ടിയിട്ടാണ് ഡേറ്റാബേസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ആണ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് DBMS എന്ന് പറയുന്നത്. The DBMS is a general purpose software system that facilitates the processes of defining, constructing, manipulating and sharing databases among various users and applications. ഈ ഒരു സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതായത് DBMSന്റെ ഫങ്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ആണ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഒരു ഡേറ്റാബേസിനെ ഡിഫൈൻ ചെയ്യുന്നു, കൺസ്ട്രക്ട് ചെയ്യുന്നു, മാനിപ്പുലേറ്റ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ഒരു DBMS ചെയ്യുന്നത്. അതായത് ഒന്നിലധികം യൂസേഴ്സിനോ അല്ലെങ്കിൽ പല പല ആപ്ലിക്കേഷൻസിനോ ഡേറ്റാബേസിനെ ഡിഫൈൻ ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ പ്രോസസ്സുകളാണ് ഒരു DBMSന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഡ്യൂട്ടിയാണ് ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത്. ഡിഫൈൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഡിഫൈനിങ് എ ഡേറ്റാബേസ് ഇൻവോൾവ്സ് സ്പെസിഫൈയിങ് ദ ഡാറ്റ ടൈപ്സ്, സ്ട്രക്ചേഴ്സ് ആൻഡ് കൺസ്ട്രെയിൻസ് ഓഫ് ദ ഡാറ്റ ടു ബി സ്റ്റോർഡ് ഇൻ ദ ഡേറ്റാബേസ്. അപ്പൊ ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ വേൾഡിലുള്ള ഡേറ്റയെ ഡിഫൈൻ ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സാണ് ഡിഫൈനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് വരുന്ന കാര്യങ്ങള് ഡേറ്റയുടെ ഡേറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുന്നു, അതുപോലെ തന്നെ അതിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫോർമാറ്റ് സ്പെസിഫൈ ചെയ്യുന്നു. പിന്നെ പറയുന്നത് കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ റൂള്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നെയിം എന്ന് പറയുന്ന ഒരു ഡേറ്റ ആണെങ്കിൽ ആ നെയിമിന്റെ ഡേറ്റ ടൈപ്പ് ക്യാരക്ടർ ആണോ എന്നുള്ള കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ സ്ട്രക്ചർ എത്ര ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും റൂൾസ്, ഏതെങ്കിലും ലെറ്റർ തുടങ്ങണോ അല്ലെങ്കിൽ എത്ര ക്യാരക്ടർ ലിമിറ്റ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും റൂൾസ് ഉണ്ടോ, അങ്ങനെ പല പല കാര്യങ്ങൾ നോക്കിയിട്ട് ഒരു ഡേറ്റാനെ ഡിഫൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഡിഫൈനിങ് എന്ന് പറയുന്നത്. ഇനി ആ കൂടെ തന്നെ വരുന്നൊരു ടോപ്പിക്കാണ് മെറ്റാ ഡേറ്റ എന്ന് പറയുന്നത്. നമ്മുടെ ഡേറ്റാബേസിലോട്ട് റിയൽ വേയിലുള്ള ഡേറ്റാനെ സ്റ്റോർ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, പകരം എന്തും കൂടെ ചെയ്യുന്നുണ്ട്? ആ ഡേറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റകളുടെ ഡേറ്റയും കൂടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഡേറ്റ എബൌട്ട് ഡേറ്റയ്ക്കാണ് മെറ്റാ ഡേറ്റ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോസസ്സാണ് കൺസ്ട്രക്ടിങ് എന്ന് പറയുന്നത്. Constructing the database is the process of storing the data on some storage medium that is controlled by the DBMS. രണ്ടാമത്തെ സ്റ്റെപ്പിനകത്താണ് എന്ത് സംഭവിക്കുന്നത്? ഏതെങ്കിലും ഒരു ഫിസിക്കൽ സ്റ്റോറേജ് മീഡിയത്തിനകത്ത് ഈ ഡേറ്റകളെല്ലാം കൂടെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. അതായത് ഡിസ്കിനകത്തോ അല്ലെങ്കിൽ ടേപ്പിനകത്തോ ഒക്കെ നമ്മൾ സ്പേസ് കണ്ടെത്തി അതിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാനെ കൊണ്ട് സ്റ്റോർ ചെയ്യുകയാണ് കൺസ്ട്രക്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് ചെയ്യുന്നത്. മൂന്നാമത്തെ ഫംഗ്ഷൻ ആണ് മാനിപ്പുലേറ്റിംഗ് എന്ന് പറയുന്നത്. Manipulating a database includes functions such as querying the database to retrieve specific data, updating the database to reflect changes in minival, and generating reports from the data. Manipulating നാത്താണ് ആ ഡേറ്റാബേസിനകത്ത് ഡേറ്റകൾ യൂസ് ചെയ്തിട്ടുള്ള ഓരോരോ ഫംഗ്ഷൻസ് വരുന്നത്. അതായത് അപ്ഡേറ്റ് ചെയ്യുക, ഉള്ള ഡേറ്റകളെ എന്തെങ്കിലും ചേഞ്ച് വരുത്തുക, അല്ലെങ്കിൽ പുതിയ ഡേറ്റകൾ സേവ് ചെയ്യുക, അല്ലെങ്കിൽ റിട്രീവ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഓപ്പറേഷൻസ് വരുന്ന ഒരു സെക്ഷനാണ് മാനിപ്പുലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഫംഗ്ഷൻ ആണ് ഷെയറിംഗ് എന്ന് പറയുന്നത്. ഷെയറിംഗ് എ ഡേറ്റാബേസ് അലൗസ് മൾട്ടിപ്പിൾ യൂസേഴ്സ് ആൻഡ് പ്രോഗ്രാംസ് ടു ആക്സസ് ദ ഡേറ്റാബേസ് സൈമൾട്ടേനിയസ്ലി. ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡേറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റകളെ പല യൂസേഴ്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഷെയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് DBMSന്റെ ഡ്യൂട്ടീസ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ആയിട്ട് വരുന്നത്. അത് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇനി തന്നിരിക്കുന്നത് ഒരു DBMS സിസ്റ്റത്തിന്റെ എൻവയോൺമെന്റ് ആണ്. അത് കഴിഞ്ഞ് തന്നിരിക്കുന്നത് DBMSന്റെ എക്സാമ്പിൾ ആണ്. നമ്മൾ പറഞ്ഞു ടേബിൾ ഫോമിലാണ് നമ്മൾ DBMSനകത്ത് അല്ലെങ്കിൽ ഡേറ്റാബേസിനകത്ത് ഡേറ്റകളെ സ്റ്റോർ ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെയുള്ള ടേബിൾസ് ആണ് ഈ തന്നിരിക്കുന്നത്.